ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനൊന്നേ നോക്കട്ടെ. പത്മിനി, തൽക്കാലം ഇക്കാര്യം പറഞ്ഞ അമ്മയോടോ വരുണിനോടോ ദേഷ്യപ്പെടാനൊന്നും നിൽക്കണ്ട. വലിയ പ്രശ്നങ്ങൾ നടന്നിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇതും കൂടി ആകണ്ട. ഞാനൊന്നും മിണ്ടുന്നില്ല. എല്ലാവർക്കും സന്തോഷമാവട്ടെ. അപ്പൊ അത് അവസാനിച്ചു, എന്നേക്കുമായി അവസാനിച്ചു. അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? പ്രിയങ്കയോട് എത്രയും പെട്ടെന്ന് ഇവിടെ എത്താൻ പറ. അമ്മ വിളിക്കേ. അവസാനം സംസാരിച്ചപ്പോ എല്ലാരോടും നല്ല രീതിയിലല്ലേ അവള് പെരുമാറിയത്. അവള് വരും. അമ്മ വിളിക്കേ. അവള് ചിലപ്പോ നല്ല ഉറക്കമായിരിക്കും. അതാ ഫോൺ എടുക്കാത്തത്. കുറച്ചു കഴിഞ്ഞ് ഒന്നുകൂടി വിളിച്ചു നോക്കാം. അമ്മ, കണിമംഗലത്തെ വേറെ ആരെങ്കിലും വിളിച്ചാലോ? പ്രിയെ വിളിച്ചുണർത്താൻ പറയാലോ. നേരം പുലർന്നില്ലല്ലോ മോളെ. അവരെല്ലാവരും ഉറങ്ങുമായിരിക്കും. കുറച്ചുകൂടി നേരം വിളിക്കട്ടെ. എന്നിട്ട് എന്താ മാർഗമെന്ന് നമുക്ക് നോക്കാം. ഹൈദരാബാദിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന അവൾ എങ്ങനെയാടി നിന്റെയൊക്കെ ഫോൺ എടുക്കുന്നത്? അവള് നിങ്ങളെ വിളിക്കില്ല, പക്ഷേ എന്നെ വിളിക്കും. അമ്മ, എത്രയും പെട്ടെന്ന് അവളെ കാണണമെന്നല്ല അച്ഛൻ പറഞ്ഞ്. അച്ഛൻ്റെ ആഗ്രഹം നമുക്ക് നടത്തിക്കൊടുത്തല്ലേ പറ്റൂ. ഞാൻ വരണ്ട. അമ്മയൊന്ന് വിളിക്കട്ടെ. മോളെ, നീ ഒന്നും ഉണ്ടാവില്ല. ഞാൻ വിളിച്ചോളാം. ആരാ പത്മിനി? അവളാ ആ രാധിക. എന്താന്ന് ചോദിക്കൂ. അവളുടെ ശബ്ദം കേട്ട എനിക്ക് ദേഷ്യം വരും. അതുകൊണ്ടാ എടുക്കാത്തെ. എന്തായാലും ഈ വെളുപ്പാങ്കാലത്ത് വിളിച്ചതല്ലേ, ഒഴിവാക്കണ്ട.
ആ ഹലോ. അമ്മേ, പ്രിയ ഇവിടെ ഇല്ല. അവിടെ ഉണ്ടോ? അല്ല, അവളെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്തിനാ അവളെ വിളിക്കുന്നേ? ഇനി എന്തെങ്കിലും ദ്രോഹം ചെയ്യാനുണ്ടോ അവൾക്ക്? അല്ലമ്മേ, അവളോട് ഹോസ്പിറ്റലിലേക്കൊന്ന് വരാൻ പറയണം. അച്ഛൻ അവളെ കാണാൻ ആഗ്രഹമുണ്ട്. ഹോസ്പിറ്റലിലോ? ഹോസ്പിറ്റൽ എന്താ? അയ്യോ, അമ്മ അറിഞ്ഞില്ലേ? അച്ഛൻ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുക. ഓ, അത്രയും വലിയ കാര്യങ്ങളൊക്കെ സംഭവിച്ചോ? എന്നെ ആരും അറിയിച്ചൊന്നുമില്ല. ആ, അത്രയ്ക്ക് പ്രാധാന്യമൊന്നും തന്നിട്ടില്ലായിരിക്കും. വരുൺ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ഹ, അതുണ്ടാവുമല്ലോ. അവൻ വന്നില്ലെങ്കിൽ തന്നെ അവനെ വരുത്താനുള്ള മാർഗം നിനക്ക് അറിയുകയും ചെയ്യാലോ. അമ്മയ്ക്ക് എന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പൊ അതൊന്നും പ്രകടിപ്പിക്കാനുള്ള സമയമല്ല. അമ്മ പ്രിയെ ഒന്ന് വിളിച്ചെഴുന്നേൽപ്പിക്ക്. അവളെ കാണാതെ അച്ഛൻ സങ്കടപ്പെട്ടിരിക്കുക. അതുകൊണ്ടാ. ശരി. എന്താ? ദേവനാരായണൻ തിരുമേനിക്ക് ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞെന്ന് പരമേശ്വരേട്ടനോട് ആരെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല. അങ്ങനെ ഉണ്ടായോ? ആ, ഉണ്ടായി. വരുൺ അവിടെ ഉണ്ടാവുകയും ചെയ്തു. എന്നിട്ട് നമ്മളോടൊന്നും പറയണമെന്ന് അവന് തോന്നിയില്ല. എന്തിനാ അവനെ പറയുന്നേ? അവനെന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയെ അറിയുമല്ലോ. അമ്മയ്ക്ക് നമ്മളോടൊന്നും പറയായിരുന്നില്ലേ? അത് ചിലപ്പോ വിട്ടുപോയതായിരിക്കും. ഇതൊരു ചെറിയ കാര്യമാണോ? ഇതാണോ വിട്ടുപോകുന്നേ? ഇവരൊക്കെ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നേ? വിളിച്ചത് എന്തിനാ? തിരുമേനിക്ക് പ്രിയങ്കമോളെ ഒന്ന് കാണണമെന്ന്. അവളെ അങ്ങോട്ട് അയക്കാൻ വേണ്ടി പറഞ്ഞു. ഞാനൊന്നേന്ന് നോക്കട്ടെ. പത്മിനി, തൽക്കാലം ഇക്കാര്യം പറഞ്ഞ അമ്മയോടോ വരുണിനോടോ ദേഷ്യപ്പെടാനൊന്നും നിൽക്കണ്ട. വലിയ പ്രശ്നങ്ങൾ നടന്നിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇതും കൂടി ആകണ്ട. ഞാനൊന്നും മിണ്ടുന്നില്ല. എല്ലാവർക്കും സന്തോഷമാവട്ടെ.